ഈ ഒരൊറ്റ ഫ്രെയിം കണ്ടാൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇത് ഏതാ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ സ്വന്തം പാലക്കാടാണ്. ഒരുപാട് പാടങ്ങളും നെല്ലുകളൊക്കെ ഉള്ള, ഒരുപാട് കരിമ്പനകളും ഡാമുകളൊക്കെ ഉള്ള, നമ്മുടെയൊക്കെ സങ്കല്പത്തിലെ കേരളം എന്ന് വിശേഷിക്കപ്പെടുന്ന കേരളത്തിന്റെ സ്വന്തം പാലക്കാട്. ഈ മഴക്കാലത്ത് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയാണ്ട് ഒരു 2 ദിവസം സമാധാനപരമായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ടെന്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 9 പേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പാലക്കാട് എത്തി. 9 പേരാണെങ്കിലും എല്ലാവർക്കും ഒറ്റ മൈൻഡായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ പാലക്കാട് എത്തിയിരുന്നു. പിന്നെ പാലക്കാടിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് സമാധാനപരമായിട്ട് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാടിന്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. നല്ല വയലുകളും നെൽപ്പാടങ്ങളും കരിമ്പന തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആസ്വദിച്ചിട്ടായിരുന്നു ഞങ്ങൾ നടന്നത്. അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ സ്റ്റേ അടിക്കുന്നതിനുള്ള തീരുമാനത്തിലെത്തി. സ്റ്റേ അടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 ദിവസം സ്റ്റേ ചെയ്യാൻ ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ടെന്റുകളും ചെയറുകളും ടേബിളുകളും ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഗംഭീര സ്ഥലത്താണ് നമ്മൾ സ്റ്റേ അടിച്ചത്. മുൻപ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതേ സെറ്റപ്പിൽ സ്റ്റേ അടിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതും ഞാൻ ഈ ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് നമുക്കിവിടെ ക്യാമറ വെച്ചാൽ കിട്ടുക. നല്ല കുടപ്പനകളും കരിമ്പനകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഡാമിന്റെ റിസർവോയറുകളും വയലുകളും, അങ്ങനെ എന്താ പറയാ, നമ്മുടെ പാലക്കാടൻ തനിമയുടെ ആ ഭംഗി നേരിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പാലക്കാട് വെങ്കലക്കയം ഡാം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. കൂടുതൽ ആളുകളോ തിരക്കുകളൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണ്. ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ നമുക്ക് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്യാരേജിക്ക് പുതിയൊരു വണ്ടി കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല അടിപൊളി ഷോട്ടുകളും കാര്യങ്ങളും കൂടി നമുക്ക് എടുക്കണം ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ ഞങ്ങളെടുത്ത താറിന്റെ അടിപൊളി വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കിയാലോ. വണ്ടിന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതിന്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ തന്നെ പറയണം. ഇനി ഞങ്ങൾ ചായ കുടി പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ നല്ലൊരു ആംബിയൻസിൽ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞാണ്ട് രാത്രി നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള ഫുള്ള് സെറ്റപ്പും ചെയ്തു. ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ സെറ്റപ്പും നമ്മൾ നാട്ടിൽ തന്നെ സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ട് അതിലൊന്നും ഒരു ടെൻഷനും ഞങ്ങൾക്കില്ലായിരുന്നു. ചിക്കൻ്റെ 3 വെറൈറ്റി ഡിഷുകളായിരുന്നു രാത്രിയിലെ പ്രധാന ഫുഡ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അഫ്ഗാനി ചിക്കൻ കബാബ്. അങ്ങനെ രാത്രിക്കത്തെ ഫുഡോട് കൂടി ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പാലക്കാടിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് പാർട്ടും വരാനുള്ളത്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും അതുപോലെ തന്നെ കൊല്ലങ്കോടിൻ്റെ ഒരുപാട് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് അതിലും വരാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗികളും അതുപോലെ തന്നെ അതിലെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ടെൻറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് LRA വ്ളോഗ്സ്.